നമസ്കാരം. അമേരിക്കൻ ആയുധപ്പുര കാലിയായി. ട്രംപിന് മാറാരോഗം. ഇറാനെ നേരിടാൻ കഴിയാതെ അമേരിക്കൻ പട. ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയ ആദ്യ 4 ആഴ്ചയ്ക്കുള്ളിൽ അതിനകത്ത് തന്നെ 850-ലധികം മിസൈലുകൾ അമേരിക്ക പ്രയോഗിച്ചു. അമേരിക്കൻ ആയുധപ്പുര യഥാർത്ഥത്തിൽ കാലിയാകുകയാണ്. ടോമാഹോക്ക് മിസൈലുകൾ തീരുന്നതിൽ വലിയ ആശങ്കയിലേക്ക് പെന്റഗണും വാഷിംഗ്ടണും ഒക്കെ എത്തിച്ചേരുന്നു എന്നതാണ്. സത്യത്തിൽ ട്രംപിന് മാറാരോഗം പിടിപെട്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ അതൊരു രോഗമല്ലേ? അങ്ങനെ അതൊരു മാനസിക രോഗമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു മാനസിക രോഗിയാണ് ഇപ്പോൾ ട്രംപ് എന്ന് പറയപ്പെടുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം 1 മാസം പിന്നിടുമ്പോൾ അമേരിക്കയുടെ പക്കലുള്ള അത്യാധുനിക ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ ശേഖരം എന്ന് പറയപ്പെടുന്നത് അപകടകരമാം വിധം കുറയുകയാണ്. യുദ്ധത്തിന്റെ ആദ്യ 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 850-ലധികം മിസൈലുകൾ അമേരിക്ക പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ ആയുധശേഖരം തീർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അമേരിക്ക. ശത്രുരാജ്യത്തിന്റെ ഉള്ളറകളിലേക്ക് 1000 മൈൽ ദൂരം വരെ സഞ്ചരിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് ഈ ടോമോഹോക്കുകൾ എന്ന് പറയപ്പെടുന്നത്. പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാമെന്നതാണ് ഇവരുടെ പ്രധാന സവിശേഷത. എന്നാൽ ഇവയുടെ നിർമ്മാണത്തിന് സങ്കീർണതയും ഉയർന്ന ചിലവുമാണ് ഇപ്പോൾ അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നത് എന്നുള്ളതാണ്. ഒരു ടോമാഹോക്ക് മിസൈലിന് ഏകദേശം 20 മുതൽ 36 കോടി രൂപ വരെയാണ് വില കണക്കാക്കുന്നത്. പെന്റഗണിൽ അല്ലെങ്കിൽ പെന്റഗണിന്റെ പക്കലിൽ ആകെ എത്ര മിസൈലുകൾ ഉണ്ട് എന്നത് അതീവ രഹസ്യമാണ് എങ്കിലും വർഷത്തിൽ ചുരുക്കം ചില മിസൈലുകൾ മാത്രമാണ് നിർമ്മിക്കുന്നത് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം വെറും 57 മിസൈലുകൾ മാത്രമാണ് പ്രതിരോധ ബജറ്റിലൂടെ വാങ്ങിയത് എന്നതാണ്. ഇറാനുമായിട്ടുള്ള സംഘർഷം അത് ഇനിയും നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ മറ്റ് സഖ്യകക്ഷികളിൽ വിന്യസിച്ചിരിക്കുന്ന മിസൈലുകൾ കൂടി പശ്ചിമേഷ്യയിലേക്ക് എത്തിക്കേണ്ടി വരുമെന്ന ചർച്ചകൾ അത് പെന്റഗണിൽ സജീവമാവുകയാണ്. അപ്പോൾ ടോമാഹോക്ക് മിസൈലുകൾ ഉപഗ്രഹ സഹായത്തോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായിട്ട് കുതിക്കുന്നവയാണ്. ലക്ഷ്യസ്ഥാനത്തെ തത്സമയ ദൃശ്യങ്ങൾ കമാൻഡർമാർക്ക് കൈമാറുവാനും ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇറാനിലെ മീനാവ് നഗരത്തിൽ ഒരു സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണം ഉൾപ്പെടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ഭാഗമായിട്ട് നടന്ന പല നീക്കങ്ങളിലും ടോമോഹോക്കുകളാണ് പ്രധാന പങ്ക് വഹിച്ചത് എന്നുള്ളതാണ്. ഇത്തരം ആക്രമണങ്ങളിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഇറാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സത്തെ ഇറാൻ വ്യോമാതിർത്തി തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് അവകാശപ്പെടുമ്പോഴും വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ബോംബാക്രമണത്തെ വലിയ വെല്ലുവിളിയായിട്ടാണ് കാണുന്നതും അത് ഉയർത്തപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച ഇറാന്റെ വ്യോമാതിർത്തിയിൽ വെച്ച് അമേരിക്കയുടെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനം ആക്രമിക്കപ്പെട്ടത് ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ പൈലറ്റ് ഇല്ലാത്ത മിസൈലുകളെ ആശ്രയിക്കുന്നത് തുടരാൻ അമേരിക്ക നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. ഇവിടെ മിസൈലുകൾ തീർന്നു പോകുന്ന സാഹചര്യം കൂടി നേരിടാൻ വേണ്ടിയിട്ട് നിർമ്മാണ കമ്പനികളുടെ തലവന്മാരുമായിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ആയുധങ്ങളുടെ ഉൽപാദനം 4 മടങ്ങായി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കമ്പനികൾ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ വേഗത്തിൽ നിർമ്മിക്കുവാനാണ് ഇവിടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അരിസോണയിലെ ട്യൂസ്യൂസണിലുള്ള പ്ലാന്റിലാണ് ടോമോഹോക്കുകൾ ഇപ്പോൾ ഇവയെല്ലാം നിർമ്മിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇറാൻ തിരികെ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സേനയ്ക്ക് 1000-ലധികം ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇതിനകം തന്നെ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. പേട്രിയറ്റ്, താഡ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ വഴിയാണ് ഇത്തരത്തിലുള്ള മിസൈലുകൾ വിക്ഷേപിക്കുന്നത്. ഇറാന്റെ ചിലവ് കുറഞ്ഞ മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ഭീമമായിട്ടുള്ള തുക ചിലവഴിക്കേണ്ടി വരും എന്നത് സാമ്പത്തികമായിട്ടും വലിയ ആഘാതമുണ്ടാക്കുകയാണ്. ഇറാൻ തങ്ങളുടെ പക്കലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ 1/3 ഇതിനകം തന്നെ നഷ്ടപ്പെടുത്തിയതായിട്ടാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ബാക്കിയുള്ള മിസൈലുകൾ എവിടെയാണെന്നോ എത്രത്തോളം ഉണ്ടെന്നോ കൃത്യമായി പറയാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലും സാധിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന ഉപരോധം തുടരുന്നത് ലോകത്തെ ഇന്ധന വിപണിയെയും ഗുരുതരമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുന്നത് തുടരുന്നതിനാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചു വരികയാണ്. ബ്രെഡ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $111 എത്തിയത് ലോകരാജ്യങ്ങളിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വിപണിയിലെ ഈ അസ്ഥിരത അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. യുദ്ധം നീണ്ടുപോകുന്നത് ഇന്ധനവില ഇനിയും വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കാരണമായി തീരും. ആയുധശേഖരത്തിലെ കുറവും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും ട്രംപ് ഭരണകൂടത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും സൈനിക ശക്തി നിലനിർത്തുവാൻ വേണ്ടിയിട്ട് കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഠിന ശ്രമത്തിലാണ് അമേരിക്ക എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇവിടെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് അവരുടെ ആയുധപ്പുര കാലിയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു.
ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിച്ചത് ഈ ട്രംപ് തന്നെയാണ്. ട്രംപിനുള്ള യുദ്ധവെറി, യുദ്ധക്കൊതി എന്ന് പറയപ്പെടുന്ന ഒരു മാറാരോഗമായി, ഒരു മാനസിക രോഗമായി പിടിപെട്ടിരിക്കുന്നു ട്രംപിന്. ഇറാനെ നേരിടാൻ കഴിയാതെ അമേരിക്കൻ പട തളർന്നു പോകുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തുന്നു. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അടുത്ത മണിക്കൂറുകളിൽ നിന്നുള്ളത് ഇപ്പോഴും ലോകം ഉറ്റുനോക്കുന്നതാണ്, ആശങ്ക ഉളവാക്കുന്നതാണ്.